സംസ്ഥാനത്ത് പകർച്ചപ്പനി കൂടുന്ന സാഹചര്യത്തിൽ അടിയന്തര യോഗം വിളിച്ച് ആരോഗ്യവകുപ്പും തദ്ദേശ ഭരണ വിഭാഗവും പകർച്ചപ്പനി തടയാനുള്ള നിർദ്ദേശങ്ങൾ ആരോഗ്യവകുപ്പ് മുന്നോട്ട് വെച്ചു. ശുചീകരണ പ്രവർത്തനങ്ങളിൽ തദ്ദേശ ഭരണ വകുപ്പിന് വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാനും യോഗത്തിൽ തീരുമാനമായി. സംസ്ഥാനത്ത് ദിനംപ്രതി പനിമരണമുണ്ടാകുന്നത് ആരോഗ്യവകുപ്പിൽ ആശങ്ക ഉയർത്തിയിട്ടുണ്ട്. സംസ്ഥാനത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ എലിപ്പനിയും ഡെങ്കിപ്പനിയും ബാധിച്ച് മരണം സ്ഥിരീകരിച്ചതോടെയാണ് അടിയന്തര യോഗം വിളിച്ചത്. കൊല്ലത്തും തിരുവനന്തപുരത്തും ഡെങ്കിപ്പനിയും എലിപ്പനിയും ബാധിച്ച് വീണ്ടും മരണമുണ്ടായ സാഹചര്യത്തിലായിരുന്നു അടിയന്തര യോഗം. കൊതുക് നിർമ്മാർജ്ജനം, മാലിന്യ നിർമ്മാർജ്ജനം എന്നീ കാര്യങ്ങളിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായെന്നാണ് കണ്ടെത്തൽ. ഇത് പരിഹരിക്കാൻ ജില്ലാതലത്തിൽ അടിയന്തര യോഗങ്ങൾ വിളിക്കും. ആരോഗ്യവകുപ്പ് മുന്നോട്ട് വെച്ച പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് വിദ്യാഭ്യാസ വകുപ്പും തദ്ദേശ ഭരണ വകുപ്പും പൂർണ്ണ പിന്തുണ അറിയിച്ചു. ജൂലൈ മാസത്തോടെ ഡെങ്കിപ്പനി ബാധിതരുടെയും എലിപ്പനി ബാധിതരുടെയും എണ്ണം കൂടുമെന്നാണ് ആരോഗ്യ വകുപ്പിന്റെ വിലയിരുത്തൽ. പനി സ്വയം ചികിത്സിക്കരുത്. നിങ്ങളിൽ ആർക്കൊക്കെ എങ്കിലും പനി ഉണ്ടെങ്കിൽ പാരസെറ്റമോൾ കഴിച്ചിരിക്കരുത്, ഡോക്ടറെ കാണണം. പരിശോധന അത് പരിശോധിച്ച് ഏത് പനിയാണെന്ന് അറിയണം. ആ പനി അതിനനുസരിച്ചിട്ട് ചികിത്സ തേടണം. നാട്ടുകാരുടെ കൂടി സഹായത്തോടെ ശുചീകരണ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താനാണ് തദ്ദേശ ഭരണ വകുപ്പിന്റെയും ആരോഗ്യ വകുപ്പിന്റെയും തീരുമാനം. മുൻവർഷത്തെ അപേക്ഷിച്ച ഇത്തവണത്തെ ശുചീകരണ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാണെന്നും യോഗം വിലയിരുത്തി. ബോധവത്കരണ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താനും യോഗം തീരുമാനിച്ചു. അടുത്ത 2 ദിവസങ്ങൾ പൂർണ്ണതോതിൽ ശുചീകരണ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗപ്പെടുത്തണമെന്ന് സർക്കാർ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.